എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പൂരനഗരിയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി തയ്യാറാക്കിയിരിക്കുന്ന പൂരത്തിന്റെ പ്രത്യേക ഗ്രൗണ്ടിലാണ്. ദൃശ്യശ്രാവ്യ വിസ്മയമായി പൂരം മലയാളികളെ ആനന്ദിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. 200 വർഷം പഴക്കമുള്ള തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിലാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു പകൽ ഒരു രാത്രി കഴിഞ്ഞാൽ പൂരത്തിന്റെ ആവേശം നമ്മൾ ഏറ്റുവാങ്ങുകയായി. പൂരനഗരിയിലേക്ക് പൂരപ്രേമികളുടെ ഒഴുക്കാണ്. അപ്പോൾ പൂരത്തെ വരവേൽക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂർ സാംസ്കാരിക നഗരി. പൂരവിളംബരം ഇന്നാണ്. നീതലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇലഞ്ഞിത്തറ വേളവും മഠത്തിൽ വരവും കുടമാറ്റവും ഒക്കെയായി പൊടിക്കാൻ പൂരപ്രേമികൾ. ദ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഘടാഘടിയന്മാരായ പൂരപ്രേമികൾക്ക് എന്നും ആവേശം നൽകിയ, ഒരുപക്ഷെ മലയാള മാധ്യമ ചരിത്രത്തിൽ പൂരത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പ്രേക്ഷകരോട് സംസാരിക്കാനും മണിക്കൂറുകൾ കമന്ററി പറയാനും ശേഷിയുള്ള റിപ്പോർട്ടർമാരാണ് ഇത്തവണ പൂരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ദീപക് മലയമ്മ നെയ്തലക്കാവിൽ നിന്നും, ജെയ്സൺ ചാവവളപ്പിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും പൂരാവേശവുമായി ചേരും. VS രഞ്ജിത്ത് അടക്കമുള്ളവരുമുണ്ട്. അലി അക്ബഷായുണ്ട്. അവരുടെയൊക്കെ കമന്ററികളും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരിന് കേൾക്കാൻ പോവുകയാണ്. അങ്ങനെ പൂരാവേശത്തിൽ അങ്ങനെ നമ്മൾ അലിഞ്ഞു ചേരാൻ പോകുന്നു. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പൂരനഗരിയിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ ദീപക് മലയമ്മയിലേക്ക് പോകുന്നു. ദീപക് മലയമ്മ, നെയ്തലക്കാവിലാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. ജെയ്സൺ ചവളപ്പിൽ വെരി ഗുഡ് മോർണിംഗ്. വടക്കുന്നാഥ ക്ഷേത്രത്തിലും ചടങ്ങുകളുണ്ട്. നമുക്കെല്ലാം പ്രേക്ഷകർക്ക് കാഴ്ച എല്ലാം കാട്ടിക്കൊടുക്കണം. അവിടെയുള്ള പൂരത്തലേന്നുള്ള കാഴ്ചകൾ സുന്ദരമായ കാഴ്ചകളായിരിക്കും. അതൊക്കെ പ്രേക്ഷകരെ ഒന്ന് കാട്ടിയട്ടെ. ആദ്യം ഞാൻ ദീപക്കിലേക്ക് വരുന്നു. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. നെയ്തലക്കാവിൽ എപ്പോഴാണ് നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്ത് ഇന്ന് നടക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരവാതിൽ തള്ളിത്തുറന്നു വരുന്ന ആ കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാം തയ്യാറായി കഴിഞ്ഞു. പക്ഷേ ചെറിയ മഴയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ചെറിയ തോതിലുള്ള മഴയുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടി ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം കുറവുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പൂരത്തിൻ്റെ വിളംബരം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ചടങ്ങുകളിലേക്കാണ് കടക്കാനുമുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം അങ്ങനെ പ്രത്യേകം പ്രകാശപൂരിതമാക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചതേ ഉള്ളൂ. അല്പസമയം കഴിയുന്നതോടുകൂടി നിരവധിയായ പൂരപ്രേമികളൊക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്യും. എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതിന് വേണ്ടി വടക്കുന്നാഥ സന്നിധിയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ്. അല്പസമയം കഴിയുന്നതോടുകൂടി എറണാകുളം ശിവകുമാറും ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് വിശ്വാസികളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇത്ര കണ്ട് വലിയ ആവേശത്തോടു കൂടി കണ്ടിരുന്ന ഒരു ചടങ്ങായിരുന്നില്ല ഈ പൂരവിളംബരം എന്നുള്ളതാണ്. അതായത് രണ്ട് ചെണ്ടയുടെയൊക്കെ അകമ്പടിയോടുകൂടി ഇവിടുന്ന് എഴുന്നള്ളി ഭഗവതി ക്ഷേത്രത്തിലേക്ക് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കാലക്രമേണ അത് വലിയൊരു ആഘോഷമായി മാറുന്ന സാഹചര്യം ഉണ്ടായി. 2018 കൂടിയിട്ട് ഈ തെക്കേ ഗോപുരം തുറക്കുന്ന സമയത്ത് ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾ അതിന് മുന്നിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ ഇന്നൊക്കെ പ്രത്യേകിച്ച് അവധിക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഈ ശക്തൻ തമ്പുരാൻ ഏറ്റവും വിശ്വാസം അർപ്പിക്കുന്നത് നെയ്തലക്കാവ് ഭഗവതിയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പൂര വിളംബര ചടങ്ങിന് തെക്കേ വാതിൽ തുറക്കുന്നതിന് പ്രത്യേകിച്ച് നെയ്തലക്കാവ് ഭഗവതിയെ തന്നെ ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായതെന്നുള്ള കഥകളും ഐതിഹ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് താനും. എന്തായാലും ഇന്നിപ്പോൾ ഇവിടുത്തെ പൂജാ ചടങ്ങുകൾ കഴിയുന്നതോടുകൂടി, ആറാട്ട് കഴിയുന്നതോടുകൂടി ഭഗവതി എറണാകുളം ശിവകുമാറിൻ്റെ ശിരസിലേക്ക് ഏറും. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പാറമേക്കാവും ഒപ്പം തന്നെ തിരുവമ്പാടിയും ഒക്കെ കടന്നിട്ടായിരിക്കും പിന്നീട് ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മേളമുണ്ടാകും. ആ മേളം കുട്ടിക്കലാശിക്കും. നിലപാട് തറയിൽ പിന്നീട് ശംഖ് വിളിക്കും. 3 തവണയാണ് ശംഖ് വിളിക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക്, അതായത് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതിന് മുന്നോടിയായി വടക്കുന്നാഥ സന്നിധിയിലേക്ക് കടക്കുന്നത്. പടിഞ്ഞാറേ ഗോപുരം വഴി അകത്തേക്ക് കടക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുമ്പുപറ്റും കുഴൽപ്പറ്റും ഒക്കെ ഉണ്ട്. ഭഗവാനെ വണങ്ങിക്കഴിഞ്ഞാൽ കുമ്പുപറ്റും കുഴൽപ്പറ്റും കഴിയുന്നതോടുകൂടി പിന്നീടാണ് ഏറ്റവും ആകർഷകമായ ആ ഒരു ചടങ്ങിലേക്ക് കടക്കുക. അതായത് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്ന ചടങ്ങാണ് അത്. ഗോപുരവാതിൽ തുറന്നു വരുന്ന ഒരു ദൃശ്യമുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും വളരെ
ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നതാണ്. പുറത്തേക്ക് ഭഗവതിയുടെ തിടമ്പുമേറ്റി പുറത്തേക്ക് വരുന്ന എറണാകുളം ശിവകുമാർ 3 തവണ തുമ്പി ഉയർത്തി അവിടെയുള്ള ആളുകളെ അഭിവാദ്യം ചെയ്യും. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വരുന്ന മണിക്കൂറുകൾ അക്ഷരാർത്ഥത്തിൽ പൂരനഗരി ആവേശത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. നിലപാട് തറയിലെത്തി അവിടെ മാരാർ ശംഖ് വിളിക്കുന്നതോടുകൂടി തന്നെ പൂര വിളംബരം എന്നുള്ള ആ ചടങ്ങിലേക്ക് പോകും. പൂര ആവേശത്തിലേക്ക് പൂർണ്ണമായും മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. പിന്നീട് പൊതുവായി പറയുന്നതാണെങ്കിലും മിസ് ചെയ്യുന്നത് എറണാകുളം ശിവകുമാർ വന്ന് നീതലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരവാതിൽ തുറക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ട് അല്ലേ ദീപക്? തീർച്ചയായും മിസ് ചെയ്യുന്ന ആളുണ്ട്. അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നുള്ള പേര് തന്നെയായിരിക്കും അല്ലെ? അതല്ലേ പറഞ്ഞു വന്നത്. അത് പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ആ ദേവസ്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, ദേവസ്വം പറഞ്ഞിരിക്കുന്നത് ഇത്രയും സമയത്തെ ഒരു ചടങ്ങുണ്ട്. അതായത് ഏതാണ്ട് 9 മണി 8-9 മണിയോട് കൂടി ഇവിടെ നിന്ന് തിടമ്പേറ്റി ഒരു യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് നടന്ന് ചെല്ലുന്നത് ഈ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും മുന്നിലൂടെ ചെന്ന് അവിടെ ചെന്ന് വലിയൊരു മേളമുണ്ട്. ആ മേളം കഴിയുന്ന സമയം വരെ തിടമ്പേറ്റി അവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് നിലപാട് തറയിലെത്തി അവിടെ ശംഖ് വിളിച്ച് അവിടെ നിന്നും അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കൊമ്പുപറ്റും കുഴൽപ്പറ്റുമുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷമാണ് തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്രയും സമയം ഏതാണ്ട് 12 മണി 12:30 വരെ വരുന്ന ഒരു സമയദൈർഘ്യമുണ്ട്. ആ സമയത്തോളം അത്ര കണ്ട് നിൽക്കാനുള്ള പ്രയാസമുണ്ട് എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ എന്നല്ല, കഴിഞ്ഞ തവണയും എറണാകുളം ശിവകുമാർ തന്നെയായിരുന്നു. പക്ഷേ എറണാകുളം ശിവകുമാറും ഒട്ടും മോശക്കാരനല്ല കേട്ടോ. ആ ഒരു അഴക് എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പൂരപ്രേമികളെ സംബന്ധിച്ച്, ആനപ്രേമികളെ സംബന്ധിച്ച് അത് കൺകുളിർക്കെ കാണാനുള്ള കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആവേശത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ആർഭാടത്തിലോ ഒന്നും തന്നെ ഒരു കുറവും സംഭവിക്കില്ല. പക്ഷേ അത് പറഞ്ഞതുപോലെ തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ബിംബം ഇല്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഓക്കെ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പ്രത്യേകത എന്ന് ആരുടെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും പോപ്പുലറായ ഗജവീരന്മാരിൽ ഒരാളാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ശിവകുമാറുണ്ട്, ബീഹാറിൽ നിന്നാണ് വന്നത്. അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏഷ്യൻ ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ആനയാണ് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉയരം എനിക്കൊന്ന് 326 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ആ ഇരിക്കുന്ന സ്ഥലത്തുള്ള ഉയരം. തലപ്പൊക്കം ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തി നിർത്തിയാലുണ്ടല്ലോ അതൊരു 340 സെൻറ്റിമീറ്ററോളം വരും. അത്രയും ഉയരമുള്ള ഒരു ആനയാണ്. അതാണ് അതിൻ്റെ ഒരു ആകാര ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ആ വരവുണ്ടല്ലോ, ഒരു 1.5 വരവായിരുന്നു. അപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടക്കം വളരെ പോപ്പുലറൈസ് ചെയ്തതാണ് ഈ തെക്കേ ഗോപുരവാതിൽ തുറന്നു വരുന്ന ആ മനോഹരമായ കാഴ്ചയുണ്ടല്ലോ. ആ കാഴ്ചയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ രീതിയിൽ ഈ തെക്കുള്ള ഈ ഗോപുരവാതിൽ ഈ പൂരം തുടങ്ങുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. ഒരു വർഷം മുഴുവൻ അടഞ്ഞു കിടക്കുന്ന ഈ തെക്കേ ഗോപുരവാതിൽ ആദ്യമായിട്ടാണ് ശരിക്കും തുറന്നു വരിക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പൂരത്തിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. പൂരത്തിൻ്റെ അവകാശങ്ങൾ എന്നൊക്കെ പറയുന്നത് വടക്കുന്നാഥിന് മാത്രമല്ല, യഥാർത്ഥത്തിൽ വടക്കുന്നാഥിന് പൂരമില്ല. പൂരം എന്ന് പറയുന്നത് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടേതുമാണ്. പക്ഷേ വടക്കുന്നാഥൻ എല്ലാത്തിനും സാക്ഷിയായിട്ട് അങ്ങോട്ട് നിൽപ്പാണ്. അവിടേക്ക് വരുന്ന ചെറുപൂരങ്ങളുണ്ടല്ലോ, 8 ചെറിയ ക്ഷേത്രങ്ങളിൽ നിന്നായിട്ട് വരുന്ന ചെറുപൂരങ്ങൾ, ആ ചെറുപൂരങ്ങൾ വന്ന് വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ അങ്ങോട്ട് നിൽക്കും. അങ്ങനെ ഇത്രയെത്ര ആചാരങ്ങളാണ്, ഇത്രയെത്ര വൈവിധ്യമാർന്ന ആചാരങ്ങളാണെന്നറിയാമോ? മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, കണിമംഗലം ശാസ്താവ് നാളെ വരും. അപ്പോൾ ജെയ്സൺ ഈ കാര്യങ്ങളൊക്കെ അറിയാം. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. നമ്മൾ എറണാകുളം ശിവകുമാറിൻ്റെ വരവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തെക്കേ ഗോപുരവാതിൽ തള്ളിത്തുറന്നു വരിക എന്ന് പറയുന്നത് ആ പദപ്രയോഗം തന്നെ നമ്മൾ പറയും. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, പക്ഷേ അതതിൻ്റെ ആചാരമാണ്. ഇപ്പോഴും മാറാത്ത ഒട്ടേറെ മനോഹരമായ ആചാരങ്ങളുണ്ട്. അതൊരിക്കലും മാറാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അതിൽ കാരണം അത്തരം കാഴ്ചകളൊക്കെ എത്രയോ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത്. അത്ര വൈവിധ്യമാർന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉത്സവമാണല്ലോ.